we are going to discuss the subject surveying. As we know, surveying is the science and art of determining the relative positions of points on the surface of the earth. എർത്തിന്റെ സർഫസിലുള്ള പോയിന്റ്സിന്റെ റിലേറ്റീവ് പൊസിഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു സയൻസ് ആൻഡ് ആർട്ട് ആണെന്ന് സർവേയിങ് എന്ന് പറയുന്നത്. എർത്തിലെ സർഫസിലെ പോയിന്റ്സിന്റെ പരസ്പരമുള്ള ബന്ധം, അതായത് റിലേറ്റീവ് ആയിട്ടുള്ള അവരുടെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവേയിങ് ചെയ്യാറ്. അങ്ങനെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, എന്തിനാണ് സർവേയിങ് ചെയ്യുന്നതെന്നെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് to prepare a plan or map of the portion of the earth surface. നമ്മൾ എവിടെയാണോ സർവേ ചെയ്യുന്നത് ആ സർവേ ചെയ്യുന്ന സ്ഥലത്തിന്റെ പ്ലാനോ അല്ലെങ്കിൽ മാപ്പോ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു സർവേയിങ്ങിന്റെ മേജർ പർപ്പസ്. സർവേയിങ്ങിന്റെ മേജർ പർപ്പസ് പറഞ്ഞാൽ ടു പ്രിപ്പയർ എ പ്ലാൻ ഓർ മാപ്പ് ഓഫ് ദി പോർഷൻ ഓഫ് ദി എർത്ത് സർഫസ്. അപ്പൊ നമുക്ക് ആ പർപ്പസ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ദ പർപ്പസ് ഓഫ് സർവേയിങ് ആർ ടു ടേക്ക് മെഷർമെന്റ്സ് to determine the relative positions of the existing features on the ground. ഗ്രൗണ്ടിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, എന്തെങ്കിലും ബിൽഡിംഗ് ആയിരിക്കാം, എന്തെങ്കിലും ഹില്ലായിരിക്കാം, താഴ്വര ആയിരിക്കാം, അങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിന്റെ റിലേറ്റീവ് പൊസിഷൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മെഷർമെന്റ് എടുക്കുകയാണ്, നമ്മൾ അളവ് എടുക്കുകയാണ്. ആ ഒരു മെഷർമെന്റ് എടുക്കുന്നത് ഇതാണ് ഒരു സർവേയിങ്ങിന്റെ ഒരു പർപ്പസ്, അതായത് ടു ടേക്ക് മെഷർമെന്റ്സ് ടു ഡിറ്റർമൈൻ ദി റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഓൺ ദി ഗ്രൗണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് ടു മാർക്ക് ദി പൊസിഷൻസ് ഓഫ് പ്രപ്പോസ്ഡ് സ്ട്രക്ചർ ഓൺ ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ പ്രപ്പോസ്ഡ് സ്ട്രക്ചർ നമ്മൾ ഏത് സ്ട്രക്ചറാണോ പണിയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്ട്രക്ചറാണോ പണിയാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ട്രക്ചറിന്റെ പൊസിഷൻസ് ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യാം. ഇത് നെക്സ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രിപ്പയർ ദി എഞ്ചിനീയറിംഗ് ഡീറ്റെയിൽഡ് പ്ലാൻ ആൻഡ് സെക്ഷൻസ് ഓഫ് വേരിയസ് സ്ട്രക്ചേഴ്സ്, റോഡ്, റെയിൽവേ, ബ്രിഡ്ജസ്, ഡാംസ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ്. അതായത് റോഡ്, റെയിൽവേ, ബ്രിഡ്ജ്, ഡാം, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനും സെക്ഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രിപ്പയർ എ ടോപ്പോളജിക്കൽ മാപ്പ് ഷോയിങ് ദി ഡീറ്റെയിൽസ് ഓഫ് ഷേപ്സ്, വാലീസ് ആൻഡ് റിവേഴ്സ്. അതായത് കുന്നിന്റെയും താഴ്വരയുടെയും റിവേഴ്സിന്റെയൊക്കെ ഒരു ടോപ്പോളജിക്കൽ മാപ്പ് ഉണ്ടാക്കുക, അവരുടെ ഭൂപ്രകൃതിയുടെ ഒരു മാപ്പ് ഉണ്ടാക്കുക. ടു പ്രിപ്പയർ എ ടോപ്പോളജിക്കൽ മാപ്പ്. നെക്സ്റ്റ് ഇസ് ടു ഡിറ്റർമൈൻ ദി ഏരിയാസ്, വോളിയംസ് ആൻഡ് അതർ റിലേറ്റഡ് ക്വാണ്ടിറ്റി. ഏരിയ, വോളിയം അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സർവേ ചെയ്യുന്ന. നെക്സ്റ്റ് ഇസ് ടു പ്രിപ്പയർ എ മാപ്പ് ഓഫ് കൺട്രി ഷോയിങ് ദി ഡീറ്റെയിൽഡ് ലൊക്കേഷൻ ഓഫ് സിറ്റീസ്, ടൗൺസ്, വില്ലേജസ് ആൻഡ് മേജർ റോഡ്സ്. സിറ്റീസ്, ടൗൺസ്, വില്ലേജ്, റോഡ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൊക്കേഷൻ കാണിക്കുന്ന ഒരു കൺട്രിയുടെ മാപ്പ് ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു സർവേയിങ്ങിന്റെ പർപ്പസസ് എന്ന് പറയുന്നത്. മേജർ പർപ്പസ് ഇസ് ടു പ്രിപ്പയർ എ പ്ലാൻ ഓഫ് മാപ്പ്. ദെൻ അതിന് അണ്ടറിൽ വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു സർവേയിങ്ങിന്റെ പ്രൈമറി ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ സർവേയിങ്ങിന്റെ പ്രൈമറി ക്ലാസ്, സർവേയിങ്ങിനെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ടാണ്. രണ്ട് ക്ലാസ് സർവേയിങ് divided into two types, so classified into two types. First one is geodetic survey and second one is plain survey. Then geodetic survey എന്ന് പറയുമ്പോൾ surveying in which the curvature of the earth is taken into consideration. അതായത് geodetic survey എർത്തിന്റെ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സർവേ ചെയ്യുന്ന സമയത്ത് എർത്ത് എന്ന് പറയുന്നത് ഒരു കർവ്ഡ്, ആ സർഫസ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ജിയോഡറ്റിക് സർവേ ആയിരിക്കും. ദെൻ പ്ലെയിൻ സർവേ എന്ന് പറയുമ്പോൾ സർവേയിങ് ഇൻ വിച്ച് ദി കർവേച്ചർ ഓഫ് ദി എർത്ത് ഈസ് നോട്ട് കൺസിഡർഡ്. എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യാതെ നമ്മുടെ സർവേ ചെയ്യുന്ന ആ സർഫസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് പ്ലെയിൻ സർവേയിങ്ങും ആണ്. സോ ഈ ഒരു ജിയോഡറ്റിക് സർവേന്റെ കേസിൽ നമുക്കറിയാം, ജിയോഡറ്റിക് സർവേ എവിടെയാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് 250 കിലോമീറ്റർ സ്ക്വയറിലും കൂടുതലാണെങ്കിൽ വി കൺസിഡർ ഇറ്റ് ആസ് ജിയോഡറ്റിക് സർവേ. അതായത് 250 കിലോമീറ്റർ സ്ക്വയറിലും കൂടുതലുള്ള ഏരിയ ആണ് നമുക്ക്
മെഷർ ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ ജിയോഡറ്റിക് സർവേ ആയിരിക്കും ചെയ്യുക. കാരണം ലാർജ് ഏരിയ ആകുമ്പോൾ ലെങ്ത് ഒക്കെ ഡിസ്റ്റൻസ് കൂടും, അതിനനുസരിച്ച് ലാർജ് ഏരിയ ആകുമ്പോൾ എർത്തിന്റെ കർവ്ഡ് സർഫസ്, എർത്തിന്റെ കർവ്ഡ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ആൻഡ് പ്ലെയിൻ സർവേയിങ് എന്ന് പറയുന്നത് 250 km² കുറവ് ഏരിയയിലാണ് എന്ത് ചെയ്യുക, പ്ലെയിൻ സർവേയിങ് ചെയ്യാം. സോ ഇൻ പ്ലെയിൻ സർവേയിങ് the earth surface is considered as plane surface and the curvature of the earth is ignored. And for small projects covering area less than 250 km², plane surveying is adopted. Then plane surveying normal instruments like chain, measuring tape ഒക്കെ വെച്ചിട്ടാണ്. Plane surveying uses normal instruments like chain, measuring tape, theodolite, etc. Plane surveying ചെയ്യാനായിട്ട് നമ്മൾ സാധാ തിയോഡലൈറ്റ് ചെയ്യുന്ന നോർമൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്താൽ മതി. പ്ലെയിൻ സർവേക്ക് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ സാധാരണ നമ്മളോട് ചെയ്യുന്ന ലാൻഡ് സർവേ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ സർവേക്ക് എക്സാമ്പിൾ ആണ്. എന്നാൽ ജിയോഡറ്റിക് സർവേന്റെ കേസിലേക്ക് വരുമ്പോൾ ഹിയർ നമ്മൾ പറഞ്ഞു എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേ ആണ് ജിയോഡറ്റിക് സർവേ. അതുകൊണ്ട് തന്നെ ഏരിയ 250 km² കൂടുതലാണെങ്കിലാണ് നമ്മൾ അധികം എന്ത് ചെയ്യുക, ജിയോഡറ്റിക് സർവേ യൂസ് ചെയ്യുന്നത്. ഇതിന് ആക്യുറസി എന്ന് പറയുന്നത്, അതായത് ആക്യുറസി വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഈ ഒരു സർവേയിൽ നമ്മൾ എന്താണ് ആക്യുറസി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. സർവേ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും, കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ആൻഡ് മോഡേൺ ടെക്നോളജി ലൈക്ക് GPS ഒക്കെ ആയിരിക്കും. ജിയോഡറ്റിക് സർവേ യൂസസ് മോർ പ്രിസൈസ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മോഡേൺ ടെക്നോളജി ലൈക്ക് GPS പോലുള്ള മോഡേൺ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ജിയോഡറ്റിക് സർവേ ചെയ്യാറ്. ഇതാണ് അപ്പോൾ നമ്മുടെ പ്രൈമറി ക്ലാസിഫിക്കേഷൻ. സർവേയിങ്ങിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്ത് പ്രൈമറി ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഇനി സെക്കൻഡറി ക്ലാസിഫിക്കേഷനിലോട്ട് കിടക്കുമ്പോൾ സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെയാണ്. അതായത് സർവേനെ സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ എന്ന് പറയുന്നത് മൂന്ന് തരത്തിൽ ബേസ്ഡ് ഓൺ ത്രീ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മൂന്ന് തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഫീൽഡിന്റെ നേച്ചർ അനുസരിച്ച്, അതായത് നമ്മൾ ഏത് ഫീൽഡിലാണോ സർവേ ചെയ്യുന്നത് അതനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ് ഓഫ് സർവേ, എന്തിനാണോ സർവേ ചെയ്യുന്നത് അതനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് also survey is classified. So firstly പറയുകയാണെങ്കിൽ ബേസ്ഡ് upon the nature of the field, ഫീൽഡിന്റെ നേച്ചർ അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് നമുക്ക് സർവേയിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നമ്മൾ സർവേ ചെയ്യുന്ന ഫീൽഡ് അനുസരിച്ച്, ഏത് ഫീൽഡ് എവിടെയാണോ നമ്മൾ സർവേ ചെയ്യുന്നതനുസരിച്ച് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് ലാൻഡ് സർവേ. അതായത് നമ്മൾ ലാൻഡിൽ സർവേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാൻഡ് സർവേ എന്ന് പറയുന്നത്. ഈ സർവേ തന്നെ ലാൻഡ് സർവേ തന്നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് സർവേനെ തന്നെ 4ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടോപ്പോഗ്രഫിക്കൽ സർവേ, കാഡസ്ട്രൽ സർവേ, സിറ്റി സർവേ ആൻഡ് എഞ്ചിനീയറിംഗ് സർവേ. സോ ലാൻഡ് സർവേയിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ മെഷർമെന്റ് ഓഫ് വേരിയസ് ഒബ്ജക്ട്സ് ഓൺ ലാൻഡ്. ലാൻഡ് സർവേ ഇൻവോൾവ്സ് ഇൻ മെഷർമെന്റ് ഓഫ് വേരിയസ് ഒബ്ജക്ട്സ് ഓൺ ലാൻഡ്. ആൻഡ് ഇൻ ടോപ്പോഗ്രഫിക് സർവേ ഇറ്റ് ഈസ് നീഡ് ഫോർ പ്ലോട്ടിംഗ് നാച്ചുറൽ ഫീച്ചേഴ്സ് ലൈക്ക് rivers, lakes, forests and hills, as well as man-made features like road, railway, town, village, canal. അതായത് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ, ഭൂപ്രകൃതി. സോ ടോപ്പോഗ്രഫിക്കൽ സർവേയിൽ നമ്മുടെ റിവേഴ്സ്, ലേക്സ്, അതുപോലെ ഫോറസ്റ്റ്, ഹിൽ അങ്ങനെയുള്ള നാച്ചുറൽ ഫീച്ചേഴ്സ് ആയിരിക്കും സർവേ പ്ലോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയ റോഡ്, റെയിൽവേ, ടൗൺ, വില്ലേജ്, കനാൽ ഒക്കെയാണ് എന്ത് ചെയ്യാം ടോപ്പോഗ്രഫിക്കൽ സർവേയിൽ പ്ലോട്ട് ചെയ്യുന്നത്. Then next one is cadastral survey. Cadastral survey എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബൗണ്ടറീസ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി വീടുകളിലൊക്കെ ഇൻഡിവിജ്വലിന്റെ പ്രോപ്പർട്ടിയിൽ ബൗണ്ടറീസ് മാർക്ക് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, വില്ലേജസ്, താലൂക്ക്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്സ് അവരുടെയൊക്കെ ബൗണ്ടറീസ് മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മളെപ്പോഴും കാഡസ്ട്രൽ സർവേ യൂസ് ചെയ്യാറ്. അതായത് ബൗണ്ടറി ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സർവേ ആണ് എന്ത്, കാഡസ്ട്രൽ സർവേ എന്ന് പറയുന്നത്. ബൗണ്ടറി ഫിക്സ് ചെയ്യാൻ, ഏരിയ സർവേ ചെയ്യാനൊക്കെയാണ് നമ്മൾ കാഡസ്ട്രൽ സർവേ യൂസ് ചെയ്യാറ്. സോ കാഡസ്ട്രൽ സർവേ ഈസ് ഫോർ മാർക്കിംഗ് ദി ബൗണ്ടറീസ് ഓഫ് മുനിസിപ്പാലിറ്റീസ്, വില്ലേജസ്, താലൂക്സ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്സ്, എക്സെട്ര. The survey made to mark properties of individuals are also come under this category. Next one is city survey. City survey എന്ന് പറയുമ്പോൾ
The survey made in connection with the construction of street, water supply and sewage lines fall under this category. അതായത് ഒരു സിറ്റിയിൽ ചെയ്യുന്ന സർവേ, ഒരു സിറ്റിയിൽ ഒരു സ്ട്രീറ്റ് തെരുവ് കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ സിറ്റി കൺസ്ട്രക്ട് ചെയ്യണം, വാട്ടർ സപ്ലൈ കൺസ്ട്രക്ഷൻ, സീവേജ് ലൈൻ കൺസ്ട്രക്ഷൻ, ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന സർവേ ആണ് സിറ്റി സർവേ എന്ന് പറയുന്നത്. നമ്മൾ സിറ്റിയിൽ ചെയ്യുന്ന സർവേ, ഒരു സിറ്റി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന സർവേ ആണ് സിറ്റി സർവേ. ദെൻ എഞ്ചിനീയറിംഗ് സർവേ. എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ട്, കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സർവേ ആണെന്ത്, എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സർവേ ആണ് സർവേ ഫോർ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്. എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സിന് വേണ്ടി ചെയ്യുന്ന സർവേ ആണ് എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുന്നത്. Then next one is marine or navigation survey. Marine or navigation survey എന്ന് പറയുമ്പോൾ മറൈൻ ഫീൽഡ് അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗിൽ ചെയ്യുന്ന സർവേ ആണ് മറൈൻ സർവേ. മറൈൻ എഞ്ചിനീയറിംഗിൽ ചെയ്യുന്ന സർവേനെയാണ് നമ്മൾ എന്ന് വിളിക്കുക മറൈൻ സർവേ എന്ന് പറയുന്നത്. Marine survey is also called as hydrographic survey or navigation survey. Survey conducted to find the depth of water at various points in bodies of water like sea, river and lakes fall under this category. അതായത് ഡെപ്ത് ഓഫ് വാട്ടറിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരു സീല്, റിവറില്, ലേക്സിലൊക്കെ വാട്ടറിന്റെ ഡെപ്ത് കണ്ടുപിടിക്കുക. അങ്ങനെ മറൈനുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ വാട്ടർ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന സർവേ ആണെന്ത് മറൈൻ സർവേ അല്ലെങ്കിൽ നാവിഗേഷൻ സർവേ അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ആസ്ട്രോണമിക്കൽ സർവേ. ആസ്ട്രോണമിക്കൽ സർവേ ഇസ് ദി സർവേ in which observations are made to heavenly bodies like sun, stars, etc. to locate absolute positions of points on the earth and for the purpose of calculating local time. That is ഹെവൻലി ബോഡീസ്, അതായത് സണ്ണ്, സ്റ്റേഴ്സ് അങ്ങനെയുള്ള ഹെവൻലി ബോഡീസിലേക്ക് നമ്മൾ ചെയ്യുന്ന ഹെവൻലി ബോഡീസിലേക്കുള്ള ഒബ്സർവേഷൻസ് ഒക്കെ ചെയ്തിട്ട് അവരുടെ എർത്തിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസിലാണ് അവരുടെ പൊസിഷൻസ് ലൊക്കേറ്റ് ചെയ്ത് ലോക്കൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ആസ്ട്രോണമി ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന സർവേ ആണെന്ത് ആസ്ട്രോണമിക്കൽ സർവേ. ഇത്രയാണ് ബേസ്ഡ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഫീൽഡ് സർവേന്റെ ക്ലാസിഫിക്കേഷൻ. Hello everyone. Today we are going to discuss the subject surveying. Next one is based upon the objective of survey. സർവേന്റെ
ഒബ്ജക്റ്റീവ് അനുസരിച്ച്, അതായത് എന്തിനു വേണ്ടിയാണ് നമ്മൾ സർവേ ചെയ്യണമെന്നനുസരിച്ച് സർവേനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ആർക്കിയോളജിക്കൽ സർവേ. ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുമ്പോൾ ദിസ് സർവേ ഈസ് ഫോർ അൺഎർത്തിങ് റിലിക്സ് ഓഫ് ആന്റിക്വിറ്റി. അതായത് പുരാവസ്തുവിനെ കുറിച്ചുള്ള പഠനം, പുരാവസ്തുക്കളെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി ചെയ്യുന്ന സർവേ ആണ് ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന സർവേ ആയിരിക്കും. Then next one is geological survey. Geological survey എന്ന് പറഞ്ഞാൽ ഭൂഗർഭശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം. അതായത് നമ്മുടെ ജിയോളജി, എർത്തിന്റെ എർത്ത് സർഫേസിന് താഴേക്കുള്ള എർത്ത് മെറ്റീരിയൽസിനെ കുറിച്ച്, അങ്ങനെ ഭൂഗർഭശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനമാണെന്ന് ജിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ. ദിസ് സർവേ ഈസ് ഫോർ ഫൈൻഡിങ് ദി ഡിഫറെന്റ് സ്ട്രാറ്റ ഇൻ ദി എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിലുള്ള ഡിഫറെന്റ് സ്ട്രാറ്റ, ഒരു ലെയർ കണ്ടുപിടിക്കാൻ, സോയിൽ ലെയർ തന്നെ എർത്തിന്റെ ക്രസ്റ്റിലുള്ള ഡിഫറെന്റ് സ്ട്രാറ്റ കണ്ടുപിടിക്കാനുള്ള സർവേ ആണ് ജിയോളജിക്കൽ സർവേ. ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മൈൻ സർവേ. മൈൻ സർവേ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്ലോറിംഗ് മിനറൽ വെൽത്ത്. അതായത് ഖനനം, ആ ഒരു മൈൻ ഖനനം. സോ മൈൻ സർവേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്ലോറിംഗ് മിനറൽ വെൽത്ത്. അത് മിനറൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മിനറൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന സർവേ ആണെന്ന് മൈൻ സർവേ. Then military survey. This survey is needed for working out plans of strategic importance. Military purposes വേണ്ടി ചെയ്യുന്ന സർവേ ആണ് മിലിറ്ററി സർവേ. Then next one is hydrographic survey. Hydrographic survey എന്ന് പറയുമ്പോൾ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫിക് പർപ്പസസിന് വേണ്ടി ചെയ്യുന്ന സർവേ ആണ്. നമ്മൾ വാട്ടർ ബോഡീസിലൊക്കെ ചെയ്യുന്ന സർവേ ആണെന്ന് ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത്. Moving on to the principles of surveying. സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് പ്രിൻസിപ്പിൾ, രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് മെയിൻ ആയിട്ട് സർവേയിങ്ങിനുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ആൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ആദ്യം ഒരു ഹോൾ ഏരിയ കൺസിഡർ ചെയ്ത് മെഷർ ചെയ്തിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യുക, അതിന്റെ പാർട്സിലേക്ക് മൂവ് ചെയ്യുക. സോ measure whole area and then parts എന്നുള്ളതാണ് first principle of surveying. For that, this survey should establish accurately large main framework consisting of widely spaced control points. So അതിന് വേണ്ടിയിട്ട് ആദ്യം ആദ്യം ടോട്ടൽ ഏരിയ, ലാർജ് മെയിൻ, ഒരുപാട് കൺട്രോൾ പോയിന്റ്സ് ഉള്ള ആദ്യം ടോട്ടൽ ഏരിയ കൺസിഡർ ചെയ്യണം. അതൊരു വലിയ ഫ്രെയിംവർക്ക് ആദ്യം ഉണ്ടാക്കണം. എന്നിട്ട് മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ആ ഒരു ഫ്രെയിംവർക്കിന്റെ ഉള്ളിലുള്ള ഓരോ ഏരിയാസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ നമുക്ക് ഈ ഫിഗറിൽ കാണാം. In the figure, the area is divided into a series of large triangles A, B, C, C, D, A, and B, E, C. Triangle A, B, C, triangle C, D, A, and triangle B, E, C. The large triangle B, E, C is further divided into smaller triangle F, G, H, and further divided into J, K, L. The interior details in smaller triangles are further surveyed with less accurate methods. This avoids accumulation of errors. Suppose if the survey starts from smaller triangle JKL and if bigger triangles are formed on the smaller triangle, the small errors get magnified during the extension of survey and ultimately become uncontrollable. Therefore, survey is acceptable from whole to the part but not from part to the whole. So, നമ്മൾ ഈ ഒരു സർവേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹോൾ ഏരിയ സർവേ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉള്ളിലേക്ക് അതിന്റെ പാർട്സിലേക്ക് പോകാൻ പാടുള്ളൂ. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഗറിൽ നമ്മൾ ആദ്യം ട്രയാങ്കിൾ എ ബി സി, സി ഡി എ ആൻഡ് ബി ഇ സി എന്ന് പറയുന്ന 3 ട്രയാങ്കിൾസ് നമ്മൾ ആദ്യമുള്ള മെയിൻ ഫ്രെയിംവർക്കിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ 3 ട്രയാങ്കിൾസ് കിട്ടുന്നത്. ഫസ്റ്റുള്ള മെയിൻ ഫ്രെയിംവർക്കിന്, മെയിൻ ഏരിയനെ, ടോട്ടൽ ഏരിയനെയാണ് നമ്മൾ ഈ 3 ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ട്രയാങ്കിൾ എ ഡി സി, എ സി ബി ആൻഡ് ബി സി ഇ, ഓർ എ ബി സി, സി ഡി എ ആൻഡ് ബി ഇ സി. ഈ ലാർജ് ട്രയാങ്കിൾസിൽ നമുക്കിവിടെ കാണാം ലാർജ് ട്രയാങ്കിൾസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്രയാങ്കിൾസിനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ളിൽ പിന്നെയും ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യുക. സോ ഹിയർ ബി സി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളിനെ പിന്നെയും ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എച്ച് ജി എഫ് എന്ന് പറയുന്ന ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ഒരു ട്രയാങ്കിളിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ജെ കെ എൽ എന്ന് പറയുന്ന ട്രയാങ്കിളാക്കി
ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ വലിയൊരു ഏരിയനെ നമ്മളിങ്ങനെ ട്രയാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആ ഏരിയ മെഷർ ചെയ്തെടുത്തു, സർവേ ചെയ്ത് മെഷർ ചെയ്തെടുത്തു, കറക്റ്റ് ആയിട്ട് നല്ല ആക്യുറസിയോട് കൂടി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്ത് ഓരോ ട്രയാങ്കിളിന്റെ ഏരിയാസ് മെഷർ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ഓരോ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള അടുത്ത ട്രയാങ്കിൾസിന്റെ ഏരിയ മെഷർ ചെയ്തെടുത്തു. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ആക്യുറസി കൂട്ടും, അവിടെ എറർ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറയും. പകരം നമ്മൾ ആദ്യം ജെക്കിയിൽ എന്ന് പറയുന്ന ട്രയാങ്കിൾ മെഷർ ചെയ്തു. അപ്പൊ അതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് വെച്ചിട്ടായിരിക്കും എന്തുണ്ടാവുന്നത്, അടുത്ത് അതിന്റെ ഔട്ടർ ആയിട്ടുള്ള ട്രയാങ്കിളായ GFH മെഷർ ചെയ്യാം. സോ ആദ്യം വലിയ ഏരിയയിൽ നിന്നും ചെറിയ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ ആക്യുറസി കൂടും, അതായത് അക്യുമുലേഷൻ ഓഫ് എറർ കുറയും. ചെറിയ ട്രയാങ്കിൾ മെഷർ ചെയ്തു, ഇതിന് അതിന്റെ ഔട്ടർ ട്രയാങ്കിൾ ആ രീതിക്ക് പോവുകയാണെങ്കിൽ, മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെ അക്യുമുലേഷൻ ഓഫ് എറർ കൂടുതലായിരിക്കും. സോ ഓൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു ദി പാർട്ട്. അതാണ് സർവേന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. So here let A and B be the two ground points which are not, and point C can be located by the following methods. Here അഞ്ച് മെത്തേഡ്സ് വഴി നമുക്കൊരു പുതിയ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യും. ഇതിൽ ഫസ്റ്റ് മെത്തേഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഹിയർ A, B എന്ന് പറയുന്നതാണ് നമുക്ക് അറിയാവുന്ന രണ്ട് ഗ്രൗണ്ട് പോയിന്റ്സ്, ആൻഡ് C എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് വെച്ച് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ ഒരു ഡിസ്റ്റൻസ്, ഒരു ലെങ്ത് നമുക്കറിയാം. AC എന്ന് പറയുന്ന ഒരു ലെങ്ത്തും അറിയാം, CD എന്ന് പറയുന്നതിന്റെ ആംഗിളും അറിയാം. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 90 ഡിഗ്രിയിലാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അറിയാം. അപ്പോൾ CD എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അറിയാം, AC എന്ന് പറയുന്ന ഡിസ്റ്റൻസും അറിയാമെങ്കിൽ D എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഹിയർ ഫസ്റ്റ് മെത്തേഡ് വഴി രണ്ട് ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ, അതായത് AC എന്ന് പറയുന്ന ഡിസ്റ്റൻസോ BC എന്ന് പറയുന്ന ഡിസ്റ്റൻസോ ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് CD അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് D എന്ന് പറയുന്ന പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് വഴി ബൈ ടു ഡിസ്റ്റൻസ് AC ആൻഡ് BC, രണ്ട് ലീനിയർ ആയിട്ടുള്ള മെഷർമെന്റ്സ് വഴി, AC ആൻഡ് BC എന്ന് പറയുന്ന രണ്ട് ലീനിയർ മെഷർമെന്റ്സ് വഴി നമുക്ക് C ലൊക്കേറ്റ് ചെയ്യാം. ഹിയർ നമുക്ക് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള AC എന്ന് പറയുന്ന മെഷർമെന്റ് പറയാം, B എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള BC എന്ന് പറയുന്ന മെഷർമെന്റ് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് C എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നതെന്ന് ഏത് പോയിന്റിലാണ് AC എന്ന് പറയുന്ന ലെങ്ത് അറിയാം, BC എന്ന് പറയുന്ന ലെങ്ത് അറിയാമെങ്കിൽ C എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആംഗുലാർ മെഷർമെന്റ് ഒരു ലീനിയർ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഇവിടെ A, B എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് നമുക്കറിയാം. ആ പോയിന്റ്സ് എന്നുള്ള AC എന്ന് പറയുന്ന ലെങ്ത് അറിയാം. C ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AC എന്ന് പറയുന്ന ലെങ്ത് നമുക്കറിയാം, ആൻഡ് ബിയിൽ നിന്നുള്ള സിയിലേക്കുള്ള ആംഗിളും അറിയാമെങ്കിൽ C എന്ന് പറയുന്ന പോയിന്റ് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് മെത്തേഡ് ബൈ ആംഗുലാർ മെഷർമെന്റ് ആൽഫ ആൻഡ് ലീനിയർ ഡിസ്റ്റൻസ് BC. ഈ ഒരു മെത്തേഡിൽ A, B എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിൽ നിന്നും BC എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് അറിയാം, അതുപോലെ തന്നെ ആംഗുലാർ മെഷർമെന്റ് എയിൽ നിന്നുള്ള ആൽഫ എന്ന് പറയുന്ന ആംഗിൾ അറിയാമെങ്കിൽ C ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ് ബൈ ടു ആംഗിൾ ആൽഫ. ഇവിടെ ലീനിയർ ആയിട്ട് നമുക്കൊരു മെഷർമെന്റ്, ലെങ്ത് ആയിട്ട് നമുക്കൊരു മെഷർമെന്റും അറിയില്ല, പകരം രണ്ട് ആംഗിൾസ് അറിയാം. A എന്നുള്ള സിയിലേക്കുള്ള ആംഗിളും B എന്നുള്ള സിയിലേക്കുള്ള ആംഗിളും അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, C എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. സോ രണ്ട് പോയിന്റ്സിൽ നിന്നും നമുക്ക് അവരുടെ ലൊക്കേഷൻ അറിയാം. റെഫറൻസ് ടു നോൺ പോയിന്റ്സ് we can locate any new point. ഒരു പുതിയ പോയിന്റ് പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് വിത്ത് റെഫറൻസ് ടു ടു നോൺ പോയിന്റ്സ്, നമുക്ക് അറിയാവുന്ന രണ്ട് പോയിന്റ്സിൽ നിന്നുള്ള ലീനിയറോ ആംഗുലറോ ബോത്ത് ലീനിയർ ആൻഡ് ആംഗുലർ മെഷർമെന്റ്സിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ ഒരു പുതിയ പോയിന്റ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർവേയിങ്ങിന്റെ classification or surveying the purpose, classification and surveying the principle. So എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So thanks for watching. Thank you.